സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 5 കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ പറയുന്ന 5 കാര്യം അനുസരിച്ചിട്ട് നീയും നിന്റെ ഭാര്യയും ജീവിച്ചാ ഇവിടെയും ഒരുമിച്ച് സ്വർഗത്തിലും ഒരുമിച്ച്. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. വിശദീകരിക്കുന്നില്ല. ഇനി ആകെ ഉള്ളത് 1 മണിക്കൂറാണ്. 1 മണിക്കൂറുണ്ട്. പോകുന്നിടം വരെ പോകട്ടെ. നിങ്ങൾക്ക് ബോറടിക്കുമ്പോൾ പറയണം കേട്ടാ. നിർത്തണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾ പറഞ്ഞേക്കണം ഇൻഷാ അല്ലാഹ്. കാരണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ രാവിലെ പാലക്കാട് പോകാനുള്ളതാണ്. ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചാൽ പള്ളിയിൽ പോയത്. ഇനിയിപ്പോൾ തിരിച്ച് ഇവിടുന്ന് ഒറ്റയ്ക്ക് തന്നെ പോകണം തിരുവനന്തപുരം വരെ. നാളെ രാവിലെ പാലക്കാടും പോകണം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നിർത്തും ഇൻഷാ അല്ലാഹ്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ കുടുംബ എന്താപ്പാ അതിൻ്റെ പുറത്ത് കുറെ ചെറുപ്പക്കാർ നിൽക്കുന്ന മക്കളെ ഓടണ്ടടാ കല്യാണക്കാരിയാ പറയണത്. വാ കേട്ട് കയറിയിരുന്നോ ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യങ്ങളാക്കി തരുമാറാകട്ടെ. 1 ഖുർആൻ പറയാ കേട്ടോ. ഭാര്യയും ഭർത്താവ് നാളെ സ്വർണത്തിന്റെ ചാരുകസേരയിൽ ഇങ്ങനെ ഇരുന്ന് സുഖിക്കും. സ്വർഗത്തിലെ ഹൂറിലീങ്ങളായ പെണ്ണുങ്ങൾ ചുറ്റുഭാഗത്ത് നിൽക്കും. ഈ സ്വർഗവാസികൾ മുഴുവനും ചോദിക്കും, ആ പെണ്ണും ഭർത്താവ് ആരാപ്പാ പ്രശ്നം, ഇവരെങ്ങനെ ഒരുമിച്ച് ഇവിടെ? മലക്കുകൾ പോലും സലാം പറയുന്നു, എല്ലാവരും ബഹുമാനിക്കുന്നു. അങ്ങനെ നിനക്ക് അവിടെ എത്തണമെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഒന്നാമത്തെ കാര്യം വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെയും നിങ്ങളുടെയും കുടുംബ ജീവിതത്തിൽ വേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നിനക്ക് ആത്മാർത്ഥമായിട്ട് നിന്റെ ഭാര്യയൊന്ന് സ്നേഹിക്കാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആത്മാർത്ഥമായിട്ട് നിനക്ക് നിന്റെ ഭർത്താവിനെ ഒന്ന് സ്വീകരിക്കാൻ കഴിയുമോ? ഒന്ന് സ്നേഹിക്കാൻ കഴിയുമോ? പടച്ചവനെ, എവിടെയാണ് സ്നേഹമുള്ളത്? ഏത് ഭാര്യക്കാണ് ഭർത്താവിനോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ളത്? ഏത് ഭർത്താവിനാണ് ഭാര്യയോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ളത്? പടച്ചവനെ, അഭിനയമാണ്. സ്നേഹം അഭിനയിക്കുകയാണ്. സിനിമാ താരങ്ങളെ പോലും വെല്ലുന്ന രീതിയിൽ ഭർത്താവ് നടിക്കുന്നു. സീരിയൽ നടിമാര് പോലും തോറ്റുപോകുന്ന രീതിയിലാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് അഭിനയിക്കുന്നത്. പടച്ചവനെ, കുടുംബക്കാരുടെ മുന്നിൽ, മക്കളുടെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ പരസ്പരം ഞങ്ങൾ വല്ലാത്ത സ്നേഹത്തിലാണെന്ന് ബോധിപ്പിക്കാറ് എന്തിനു വേണ്ടിയാ അഭിനയിക്കുന്നത്? അള്ളാഹു തന്ന ജീവിതം മെഴുകുതിരി ഉരുക്കുന്നത് പോലെ ഉരുക്കാനുള്ളതാണോ? ഉരുകി തീർക്കാനുള്ളതാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഭർത്താവ് തന്റെ മനസ്സ് ഭാര്യയോട് തുറക്കാറില്ല. ഭാര്യ തന്റെ രഹസ്യങ്ങൾ ഭർത്താവിനോട് പറയാറില്ല. പേടിയാട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. ഒരു 5 മിനിറ്റ് സ്നേഹത്തോടെ സംസാരിക്കാറില്ല. എന്റെ പ്രിയമുള്ളവരെ, ഭാര്യയുടെ രഹസ്യങ്ങൾ ഭർത്താവിനോടാ പറയേണ്ടത്. ഭർത്താവിന്റെ രഹസ്യങ്ങൾ ഭാര്യയോടാണ് പറയേണ്ടത്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 40ാമത്തെ വയസ്സിൽ ഹാരസൂർ എന്ന് പറയുന്ന ഗുഹയ്ക്കകത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒറ്റയ്ക്കിരിക്കുമ്പോ അതാ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വന്നിട്ട് അവിടെന്ന് പറയുന്ന ഖുർആനിന്റെ 1ാമത്തെ ആയത്ത് ഓതി കൊടുക്കുകയാണ്. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആനിന്റെ 1ാമത്തെ ആയത്ത് ഓതി കൊടുത്തിട്ട് അവിടെന്ന് പറയുന്ന ബോധി നബിയെ, അല്ലാഹുവിന്റെ റസൂൽ പേടിച്ചുകൊണ്ട് പറയുന്നു, എനിക്ക് ഓതാൻ അറിയില്ല. ജിബ്രീൽ കെട്ടിപ്പിടിക്കുകയാണ്. പ്രവാചകന്റെ ശരീരം വേദനിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതുകയാണ്. അവസാനം പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ നിന്ന് പേടിച്ച് വിറച്ചുകൊണ്ട് ലോകത്തിന്റെ നേതാവ് 40ാമത്തെ വയസ്സിൽ ഇറങ്ങി ഓടുകയാണ്. എവിടേക്കാ ഓടിയത്? കുടുംബക്കാരുടെ മുന്നിലല്ല, കൂട്ടുകാരുടെ മുന്നിലല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടേക്കാണ് കടന്നു ചെന്നതെന്നറിയുമോ? അള്ളാഹുവെ, തന്നെക്കാലം വയസ്സ് തന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ
ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മുന്നിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെ വിറച്ചുകൊണ്ട് ഓടുകയാണ്. ഓടിച്ചെന്ന് ഖദീജയോട് പറയുന്നു, സമ്മിലൂനി യാ ഖദീജ, എന്നെ ഒന്ന് പുതപ്പിക്ക് ഖദീജ. അല്ലാഹുവിന്റെ പ്രവാചകന് നടന്ന കാര്യങ്ങൾ മുഴുവനും തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ എന്തേ ചെയ്തതെന്നറിയുമോ? പേടിച്ചു വന്ന ഭർത്താവിനെ അതാ പുതപ്പ് കൊണ്ട് പുതച്ചിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ തന്റെ മടിയിലേക്ക് പിടിച്ചു കിടത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് തന്റെ മടിയിലേക്ക് പിടിച്ചു കിടത്തിയിട്ട് കൈ കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് മുടികൾക്കിടയിലൂടെ ഇങ്ങനെ തലോടുകയാണ്. എന്നിട്ടൊരു കൈ കൊണ്ട് തന്റെ ഭർത്താവിനെ ചേർത്ത് പിടിച്ചു. പേടിച്ചു കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ഖദീജ ബീബി റളിയല്ലാഹു തആല മനസ്സിന് സമാധാനമുണ്ടാക്കുന്ന ഒരു വാക്കേ പറഞ്ഞുള്ളൂ. അവിടെന്ന് പറഞ്ഞു, നബിയേ വല്ലാഹി മാ യുഖ്ഫീകല്ലാഹു അബദാ, ഒരിക്കലും അല്ലാഹു നിങ്ങളെ കൈവിടൂല നബിയേ, ഒരിക്കലും അല്ലാഹു നിങ്ങളെ കൈവിടൂല. പ്രവാചകന്റെ മനസ്സില് എന്തൊരു കുളിർമയുള്ള വാക്കെന്നറിയുമോ? മരിക്കുന്ന കാലത്തോളം അല്ലാഹുവിന്റെ റസൂല് മറന്നില്ല. മരിക്കുന്ന കാലത്തോളം അല്ലാഹുവിന്റെ റസൂല് ഖദീജ എന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുമായിരുന്നു, പ്രവാചകനെ കരയുമായിരുന്നു. എന്ത് പറഞ്ഞാലും ഖദീജയാണ്. ഖദീജ തന്റെ വീട്ടില് ഒരൽപ്പം ഭക്ഷണം വെച്ചാൽ ആരെങ്കിലും ഒരൽപ്പം ഇറച്ചിക്കറി കൊണ്ട് കൊടുത്താ അല്ലാഹുവിന്റെ റസൂല് തന്റെ മകൾക്കല്ല കൊടുത്തത്, മറ്റു ഭാര്യമാർക്കല്ല കൊടുത്തത്, ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തു വിടുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അത്രയ്ക്ക് സ്നേഹമായിരുന്നു, അത്രയ്ക്ക് സ്നേഹമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിൽ വേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? പരസ്പരം ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമാണ്. പരസ്പരം ഒരു സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷമുള്ളതാ, നമ്മുടെ ജീവിതം സമാധാനമുള്ളതാ. അല്ലാഹുവേ, ഇന്നതില്ലാതെ പോയല്ലോ. പടച്ചവരെ, ഭാര്യയുടെ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാത്ത ഭർത്താക്കന്മാരുണ്ട്. എങ്ങനെ സന്തോഷം കിട്ടാനാ, എങ്ങനെ സമാധാനം കിട്ടാനാ? അല്ലാഹുവേ, ചില പെണ്ണുങ്ങളുണ്ടല്ലോ, എത്ര കിട്ടിയാൽ എന്തൊക്കെ കൊടുത്താലും നന്ദി കാണിക്കാത്ത ചില പെണ്ണുങ്ങളുണ്ട്. അല്ലാഹുവേ, ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് തളർന്ന ശരീരവുമായി വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഭർത്താവിനോട് മക്കളെ കുറിച്ച്, മാതാപിതാക്കളെ കുറിച്ച്, കൂടപ്പിറപ്പുകളെ കുറിച്ച്, ഭക്ഷണം വെക്കുന്നതിനെ കുറിച്ച്, ജോലി ചെയ്യുന്നതിനെ കുറിച്ച് നിനക്ക് നിന്റെ മകത്വം അറിയാതെട്ടാ, നിനക്ക് നിന്റെ ജീവിതത്തിന്റെ വില അറിയാതെട്ടാ, നിന്റെ പവിത്രത എന്താണെന്ന് നിനക്കറിയാത്തത് കൊണ്ടാണ് നീ പല പരാതികളും പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല കല്യാണം കഴിഞ്ഞു. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നുമോളെ കാണാൻ പോവുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അതാ ഗോതമ്പ് പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ പൊന്നാര മകളെ ഗോതമ്പ് പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെന്ന് ചോദിക്കുന്നു, ഫാത്തിമ സുഖമാണോ പൊന്നുമോള്? അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നുമകളോട് ചോദിക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞുകൊണ്ട് രണ്ട് കൈയും എടുത്ത് കാണിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് പറയുന്നു, വാപ്പാ, ജോലി ചെയ്തിട്ട് എന്റെ കൈ പൊട്ടികെട്ട് രക്തം വരുന്നു വാപ്പാ. പൊന്നാര മകള് രണ്ട് കൈയും എടുത്ത് കാണിക്കുകയാണ്. അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്തിട്ട് എന്റെ കൈ പൊട്ടിപ്പോയി വാപ്പാ. തന്റെ പൊന്നാര മകള് പരാതി പറഞ്ഞപ്പോ ഉമ്മയില്ലാതെ വളർത്തിയ പൊന്നുമോള് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? നിന്റെ ഭാര്യക്ക് പറഞ്ഞു കൊടുക്കണം, ചെറുപ്പക്കാരാ, ഭർത്താവിന്റെ വീട്ടിൽ കിടന്ന് തമ്മിലടി ഉണ്ടാക്കി വീട്ടിൽ വന്ന് നിൽക്കുന്ന പൊന്നാര മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, കല്യാണം കഴിച്ചു വിടുന്ന സമയത്ത് ലക്ഷങ്ങളും കൊടുത്ത് കാറും വാങ്ങി പറഞ്ഞു വിട്ടാ പോരാ. വാപ്പ എന്ന രീതിയിൽ നിന്റെ പൊന്നുമോക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉപദേശമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നാര മകൾ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഫാത്തിമ, നിന്റെ പ്രതിഫലം നിനക്കറിയുമോ ഫാത്തിമ? നിന്റെ പ്രതിഫലം എന്താണെന്ന് നിനക്കറിയുമോ ഫാത്തിമ? എന്റെ
പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടു ജോലി ചെയ്തിട്ട് 1 കിലോ അരിയും വാങ്ങിയിട്ട് വൈകുന്നേര സമയത്ത് നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അതാ 1 കിലോ അരിയുമായി വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിനോട് കുത്തുവാക്ക് പറയാതെ, പരിഹസിക്കാതെ, വേദനിപ്പിക്കാതെ ആ കയ്യിലിരിക്കുന്ന അരി വാങ്ങിയിട്ട് അടുക്കളയിലേക്ക് കടന്നു ചെന്നിട്ട് ഇതെന്റെ കടമയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടത് കഴുകി ശുദ്ധിയാക്കിയിട്ട് നിന്റെ ഭർത്താവിനും മക്കൾക്കും ചോറ് വെച്ചു കൊടുത്ത അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കടോ പൊന്നുമോള്. നീ നിന്റെ ഭർത്താവിന് ചോറ് വെച്ചു കൊടുത്ത അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം അതിലെ ഓരോ അരിയുണ്ടല്ലോ, ഓരോ ചോറുണ്ടല്ലോ, അതിന് പകരം അല്ലാഹു നിന്റെ പാപം പൊറുക്കുന്നുണ്ട്. നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയാ, നിനക്കൊരു നന്മ എഴുതുകയാണ്. ഒരു ചോറിന് പകരം ഒരു നന്മ എഴുതുകയാണ്. നിന്റെ ഒരു പാപം അല്ലാഹു പൊറുക്കുകയാണ്. അടുക്കളയിൽ കിടന്ന് ഉരുകുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, തീ ചുവട്ടിൽ കിടന്ന് ഉരുകുന്ന പെണ്ണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നീ നിന്റെ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെക്കുമ്പോ തീയുടെ ചുവട്ടിൽ നിന്ന് ഉരുകുമല്ലോ, നിന്റെ ശരീരം വിയർത്തിട്ട് വിയർപ്പിങ്ങനെ ഒഴുകുമല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പെണ്ണ്, ഒരു തുള്ളി വിയർപ്പ് താഴെ വീണ നരകം നിനക്ക് ഹറാമാണുമ്മ. അടുപ്പിന്റെ ചുവട്ടിൽ നിന്നിട്ട് നിന്റെ ശരീരം വിയർത്തിട്ട് വിയർപ്പ് തുള്ളി താഴെ വീഴുമ്പോ തുടയ്ക്കല്ലേ പെങ്ങള്, നരകത്തിൽ നിന്നുള്ള മോചനമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, ഗർഭിണികളുണ്ടല്ലോ, പ്രസവിച്ച കഥ പറയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ ഒരു ഉമ്മ തന്റെ കുഞ്ഞിനെ പ്രസവിച്ച മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച ഒരു ഉമ്മയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? പെങ്ങളെ, നീ പ്രസവിച്ച സമയത്ത്, പെങ്ങളെ, നീ പ്രസവിച്ച സമയത്ത് നിന്റെ ശരീരത്തിൽ എവിടെയെല്ലാ രോമങ്ങളുണ്ടോ ഓരോ രോമത്തിനും പകരം അല്ലാഹു നിനക്ക് നന്മ എഴുതുകയാണ്. ഓരോ രോമത്തിനും പകരം അല്ലാഹു നിനക്ക് നന്മ തരുകയാണ്. നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. മക്കൾക്ക് പാല് കൊടുക്കുന്ന ഉമ്മമാരുണ്ടല്ലോ, പട്ടിണിയാണെങ്കിലും രോഗമാണെങ്കിലും എഴുന്നേക്കാൻ കഴിയില്ലെങ്കിലും തന്റെ മക്കള് കരഞ്ഞ അല്ലാഹുവേ വാരിയെടുത്ത് പാല് കൊടുക്കുന്ന പെണ്ണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ ഏതെങ്കിലും ഒരു ഉമ്മ തന്റെ കുഞ്ഞിന് പാല് കൊടുത്ത അല്ലാഹു ആ പെണ്ണിന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാക്കളുണ്ടല്ലോ, ബദരീങ്ങളുണ്ടല്ലോ, 1000 ശുഹദാക്കളുടെ പ്രതിഫലം പാല് കൊടുക്കുന്ന ഉമ്മയ്ക്ക് അല്ലാഹു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, ഭർത്താവിന്റെ തുണി കഴുകാൻ ഭാര്യയ്ക്ക് മടിയാട്, ഭർത്താവിന്റെ വിയർപ്പ് കഴുകാൻ മടിയാട്. പടച്ചവര്, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുത്ത, നിന്റെ ഭർത്താവിന്റെ ഒരു ജോഡി വസ്ത്രം കഴുകി കൊടുത്ത അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം കേൾക്കടോ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം കേൾക്കടോ. ഭർത്താവിന്റെ ഒരു ജോഡി വസ്ത്രം ഏതെങ്കിലും ഒരു പെണ്ണ് കഴുകി കൊടുത്ത 100 പേർക്ക് ഭക്ഷണം കൊടുത്ത പ്രതിഫലം അല്ലാഹു അവൾക്ക് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ എന്താ നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യക്ക് നീ പറഞ്ഞുകൊട്, പെണ്ണെ, ചോറ് വെച്ച ഒരു ചോറിന് പകരം ഒരു നന്മ, ഒരു പാപം അല്ലാഹു പൊറുക്കും. അടുക്കളയിലെ തീയുടെ ചുവട്ടിൽ നിന്ന് പെണ്ണുരുകിയാൽ ശരീരം വിയർത്താൻ നരകമോചനം. പ്രസവിച്ച ശരീരത്തിലെ രോമങ്ങൾക്കനുസരിച്ച് നന്മ, പാപം പൊറുക്കും. പാല് കൊടുത്ത 100,000 ശുഹദാക്കളുടെ പ്രതിഫലം. ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുത്ത, ഭർത്താവിന്റെ ഒരു ജോഡി വസ്ത്രം കഴുകി കൊടുക്കുന്ന ഭാര്യ, അവളെ കുത്തുവാക്ക് പറയൂല, ഭർത്താവിന്റെ വിയർപ്പ് കഴുകാൻ അവക്കൊരു മടിയുമില്ല. ഒരു ജോഡി വസ്ത്രം കഴുകി കൊടുത്ത 100 പാപങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത പ്രതിഫലം കിട്ടുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. നബിയിനാ റസൂലുള്ളാഹി. ആ കുടുംബജീവിതം എന്ത് രസമെന്നറിയോ? കുടുംബജീവിതത്തിന്റെ വില നമുക്കറിയാഞ്ഞിട്ടാ. അല്ലാഹു നമ്മുടെ ഭാര്യമാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞു കൊടുക്കണം, ഇതാ ജീവിതം, ഇതാണ് ജീവിതം. തന്റെ ഭാര്യ ഭർത്താക്കന്മാർക്ക്
വാപ്പ് പറഞ്ഞു കൊടുക്കണം. ഭർത്താവിന്റെ തുണി കഴുകാൻ അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഭാര്യമാർക്കൊന്നും ഈ പ്രതിഫലം കിട്ടൂല. കിട്ടുവോ? തുണി കഴുകിയാ നിങ്ങളുടെ ഭാര്യമാർക്ക് കിട്ടുവോ? പറ മനുഷ്യന്മാരെ കിട്ടുവോ? അതിന് നിന്റെ ഭാര്യ തുണി കഴുകുന്നില്ലല്ലോ, വാഷിംഗ് മെഷീനല്ലേ കഴുകണേ, അവക്കെന്ത് പ്രതിഫലം? വാഷിംഗ് മെഷീൻ ഇട്ട് കഴുകണ പെണ്ണിനെ നമുക്ക് ബിസ്മിയും പറഞ്ഞ് വാരി അങ്ങോട്ട് ഇട്ടാൽ മതി. അവക്ക് ശരീരം അനങ്ങുന്നത് വലിയ പാടാണ്. അവക്ക് കല്ലിലൊക്കെ ഇട്ട് കഴുകുന്ന പെണ്ണുങ്ങൾക്കായിരിക്കും. അള്ളാഹു നൽകുമാറാകട്ടെ, അള്ളാഹു നൽകുമാറാകട്ടെ. കല്യാണം കഴിച്ചവരെന്ന് കൈവക്കിക്കേ. കല്യാണം കഴിച്ചവരാ ഒരുപാട് കൈയുണ്ട്. ഇങ്ങോട്ട് നോക്ക്, നിങ്ങളുടെ ആരുടെയെങ്കിലും ഭാര്യമാര് നിങ്ങളുടെ തലയിൽ എണ്ണ തേച്ച് തരുന്ന ഏതെങ്കിലും ഭർത്താവ് ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. കാണാനുള്ള കൊതിയുണ്ട. അള്ളാഹു ആയാലും പെണ്ണുമ്പിള്ള അപ്പുറത്തിരുന്ന് പറയുന്നത് എന്തെന്നറിയോ? ഇനി ആ കിളവന്റെ തലയെ തേച്ചു കൊടുക്കാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ളൂ. ഒന്നും കൂടെ കെട്ടാൻ നടക്കുക. അങ്ങാര് എണ്ണയല്ലേ ഞാൻ തേക്കണേ? എണ്ണ തേക്കണം, എണ്ണ തേക്കണം. ഈ സ്ഥലപ്പേരെന്താന്നാ പറഞ്ഞേ? കായംകുളം. അടികൊള്ളുന്നവൻ ചെണ്ട. പറ, അടികൊള്ളുന്നവൻ ചെണ്ട. പണം വാങ്ങുന്ന ആരാ? മാരാര്. നെഞ്ചു പൊട്ടിയിട്ട് വഴുതു പറയുന്ന ഉസ്താദിന് പച്ചവെള്ളം പോലും ഇല്ല. കേൾക്കാൻ വന്നവർക്ക് ചുക്ക് കാപ്പി. കൂടി ശരി. അല്ലാഹു ഹൗദുൽ കൗസർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എങ്ങോട്ട് നോക്ക്. ഭർത്താവിന്റെ തലയിൽ ഭാര്യ എണ്ണ തേച്ചു കൊടുക്കണം. ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കുന്ന ഭാര്യയ്ക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇവള് വിചാരിച്ചിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ് 3 മാസം മാത്രം തേച്ചാൽ മതി എന്നല്ല. മരിക്കുന്നതിന്റെ 99 വയസ്സ് വരെ നിന്റെ ഭർത്താവ് ജീവിച്ചു. ആ മരിക്കുന്നതിന്റെ തലേ ദിവസമാ മോളെ ഏറ്റവും കൂടുതൽ സ്നേഹം വേണ്ടത്. കല്യാണത്തിന്റെ 1ാമത്തെ രാത്രി നിന്റെ ഭർത്താവിനോടുണ്ടായിരുന്നതിനേക്കാളും സ്നേഹം മരിക്കുന്നതിന്റെ തലേ ദിവസം ഉണ്ടാകണം. അപ്പോഴേ നീ യഥാർത്ഥ ഭാര്യയാകത്തുള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കുന്ന ഭാര്യയ്ക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? അള്ളാഹു അവളുടെ മരണവേദന കുറച്ചു കൊടുക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഭർത്താവിന്റെ മീശ വെട്ടിക്കൊടുക്കണ ഭാര്യമാരുണ്ടോ? ഭർത്താവിന്റെ മീശ വെട്ടിക്കൊടുക്കണ ഭാര്യമാരുണ്ടോ? ഉണ്ടോ? വെട്ടിത്തരാറുണ്ടോ? നീ ബംഗാളി എടുത്തല്ലേ കൊണ്ടു കൊടുക്കണേ? നിന്റെ കടയിലാ ഭാര്യ എടുത്തു കൊടുക്കണം. പണ്ട് നിന്റെ അത്തായി അമ്മായി നിന്റെ വാപ്പായി ഉമ്മായൊക്കെ പണ്ട് ബാർബർ ഷോപ്പ് ഒന്നും ഇല്ലാത്തൊരു കാലത്ത് വെള്ളിയാഴ്ച 9 മണിയാകുമ്പോ വാപ്പ കയറിയിരിക്കും, ഉമ്മ വെട്ടിക്കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതായിരുന്നു ജീവിതം. അത് കണ്ടു വളർന്ന നിനക്കതില്ലാതെ പോയി. എന്റെ വാപ്പായും ഉമ്മായും തമ്മിലുള്ള ആ ബന്ധം നിനക്കില്ലാതെ പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ഭർത്താവിന്റെ മീശ ഭാര്യ വെട്ടിക്കൊടുക്കണം. അള്ളാഹു അവൾക്ക് കൊടുക്കുന്ന പ്രതിഫലം സ്വർഗമാണ്, ഒരുപാട് പ്രതിഫലം. ഈ പെണ്ണുങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ എന്ത് ചെയ്താലും കുറ്റവും കുറവും പറയുന്ന ഭാര്യ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, രാത്രി വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിന് കിടന്നുറങ്ങാൻ ഒരു പുതപ്പ് വിരിച്ചു കൊടുത്ത, രാത്രി വീട്ടിൽ കയറി വരുന്ന ഭർത്താവിന് കിടക്കാൻ ഏതെങ്കിലും ഒരു പെണ്ണൊരു പുതപ്പ് വിരിച്ചു കൊടുത്ത സുബഹി വരെ ഒരു മലക്ക് അവക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബിയനാ റസൂലുള്ളാഹി അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാ ജീവിതം, ഇതാ ജീവിതം. കുടുംബ ജീവിതത്തിനേക്കാളും സന്തോഷമുള്ള ഒന്നുമില്ല. അത് മനസ്സിലാക്കുമ്പോൾ അത് സന്തോഷവും സമാധാനവും, ഇല്ലെങ്കിൽ വല്ലാത്ത ത്യാഗമായി മാറും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് പരസ്പരം ഒന്ന് സ്നേഹിക്ക്, പരസ്പരം ഒന്ന് മനസ്സിലാക്ക്. ഇന്നിപ്പോ ചില ചെറുപ്പക്കാരുണ്ട്, പഠിച്ചവനെ ഭാര്യയെ തല്ലുന്ന ചെറുപ്പക്കാരുണ്ട്. അത് വലിയ ആണത്തോന്നാ വിചാരിക്കണേ. എടാ, കെട്ടിയ പെണ്ണിനെ തല്ലുന്ന ചെറുപ്പക്കാരുണ്ട്. വൈകുന്നേരം കാണുമ്പോ പറയാ, അളിയാ ഇന്നലെ കൊടുത്തളിയാ, പെടലി നടുവൊരെണ്ണം കൊടുത്തളിയാ. കൂട്ടുകാരനോട് പറയുക, അവൻ പറയുന്നത് നീ തല്ല ചെയ്ത് ഞാൻ ചവിട്ടുമായിരുന്നളിയാ തറയിട്ട്. അതാ നാണം ഉണ്ടാവണോടാ. കെട്ടിയ പെണ്ണിനെ കൊണ്ടുവന്നിട്ട് തല്ലാൻ നിനക്ക് എങ്ങനെ കഴിയുന്നടാ? രാവിലെ മുതൽ വൈകുന്നേരം വരെ രാവിലെ 5 മണിക്ക് എഴുന്നേക്ക് ഈ പാപം. അല്ലാഹുവേ പടച്ചവനെ, രാത്രി 10 നിന്നെ നോക്കണം, നിന്റെ മക്കളെ നോക്കണം, നിന്റെ ഉമ്മാനെയും വാപ്പാനെയും നോക്കണം, നിന്റെ കൂടപ്പുറപ്പിനെ നോക്കണം. പടച്ചവനെ, നീ അവിടെ ചോറ് കഴിച്ചോന്നെങ്കിലും ചോദിക്കൂ. ഒരു അടിമയ്ക്ക് കൊടുക്കുന്ന വിലയെങ്കിലും ഭാര്യയ്ക്ക് കൊടുക്കാത്ത ഭർത്താക്കന്മാരുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്ന് കഷ്ടപ്പെട്ടാലും തല്ലുക എങ്ങനെ കഴിയുന്ന ചെറുപ്പക്കാരാ? എടാ, നിങ്ങൾക്കൊക്കെ കുടുംബജീവിതം, ഈ കല്യാണം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, നിക്കാഹ്. ഈ നിക്കാഹ് പറയുമ്പോ ഈ പെണ്ണിന്റെ വാപ്പ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു തരുന്ന ഒരു അറബി വാക്കുണ്ട്. അതിന്റെ അർത്ഥം നിനക്ക് അറിയുമായിരുന്നെങ്കിൽ നീ നിന്റെ ഭാര്യയെ തല്ലൂല. അതുപോലും അറിയില്ലല്ലോ. പെണ്ണ് കെട്ടാനിരിക്കുന്ന മക്കള് പഠിച്ചോ. എടാ, കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയും, ഇങ്ങനെ പള്ളിയിൽ ഇമാമ് പറഞ്ഞു തരും. വായി നോക്കിയിട്ടിരുന്ന് പറയണ കാര്യമുണ്ടല്ലോ, വായി നോക്കിയിട്ടാ പറയണേ. പള്ളിയിലെ ഖത്തീബ് ഇങ്ങനെ 2 പേരുടെയും കയ്യിൽ പിടിക്കും, മുഖാമുഖം നോക്കും, അമ്മായപ്പന്റെ മുഖത്ത് നോക്കിയിട്ട്
ചിരിയാ. അമ്മായപ്പന്റെ മുഖത്ത് നോക്കുമ്പോ തന്നെ തിരി. ഇങ്ങനെ കൈ പിടിച്ചോണ്ട് എന്നിട്ട് പറയും സൗജത്തുക്ക വാൻകഹത്തുക്ക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താ ഇതിന്റെ അർത്ഥമെന്നറിയോ? എടാ, നിന്റെ ഭാര്യയുടെ വാപ്പ നിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞ എന്തെന്നറിയോ? മോനെ, 10-18 കൊല്ലം ഞാൻ പൊന്നുമോളെ വളർത്തിയ എന്റെ മകളെ നീ തരുന്ന നക്കാപ്പിച്ചയ്ക്ക് ഞാൻ നിന്റെ കൈ തരാ. എടാ, ഞാൻ പൊന്നുപോലെ നോക്കിക്കിടന്ന് കൊണ്ട് നടന്ന എന്റെ മോളെ നീ തരുന്ന നക്കാപ്പിച്ച 1 പവനോ 2 പവനോ സ്വർണത്തിന് പകരം എന്റെ പൊന്നുമോളെ ഞാൻ നിന്റെ കൈ വെച്ച് തരികയാ. ഇവള് എല്ലാം തികഞ്ഞുകളൊന്നുമല്ല, ഇവള് പാവവാടാ, അവക്ക് അറിവില്ലാത്തവളാ. എന്തെങ്കിലും തെറ്റ് ചെയ്താ എന്റെ മോനങ്ങ് ക്ഷമിക്കണേ. എന്റെ മോൾ എന്തെങ്കിലും തെറ്റ് ചെയ്താ നീ ക്ഷമിക്കണേ, നീ തല്ലല്ലേ, തിരുത്തി കൊടുക്കൂ, പാവാ. എന്റെ മോൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയ അറിവില്ലാത്തവളാ, നീ അവക്ക് തിരുത്തി കൊടുക്ക്. എന്റെ മോളെ നീ തല്ലല്ലേ. നിനക്ക് എന്തെങ്കിലും എന്റെ മോളെ വേണ്ടാന്ന് തോന്നിയാ കെട്ടിത്തൂക്കാനോ സ്റ്റൗ പൊട്ടിക്കാനോ ഒന്നും നിക്കല്ലേടാ. എന്റെ കരളിനെ എന്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചു തരണേന്നാ ആ പെണ്ണിന്റെ വാപ്പ നിന്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞത്. അതറിയുമായിരുന്നെങ്കിൽ നീ അവളെ തല്ലൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ പിറഞ്ഞ് മേടിച്ചിട്ട് വന്ന ഭാര്യ നീ ഇന്ന് അടിമയെ പോലെ ഇട്ട് തല്ലുന്നത് ചില ഭർത്താക്കന്മാരുണ്ട്. അള്ളാഹു നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് സ്നേഹിക്ക്, പരസ്പരം മനസ്സിലാക്ക്. ഇന്ന് പിന്നെ എന്തിനും തലാക്കാണല്ലോ, എന്ത് പറഞ്ഞാലും തലാക്ക്, വഴക്കും ബഹളവും. ഈ കരുനാഗപ്പള്ളി ഭാഗത്ത് ഞാനൊരു സ്ഥലത്ത് വഴുതിന് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ 2 ചെറുപ്പക്കാർ ബൈക്കിൽ വന്നു. ഞാൻ വിചാരിച്ചു തല്ലാൻ വന്നതാണ്. അങ്ങനാണല്ലോ, ഇപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടതിനുണ്ട് വരും, അതാവസ്ഥ അല്ലേ? ഒന്നും പറയാൻ പറ്റത്തില്ല. ശരി, അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം 2 ചെറുപ്പക്കാർ ബൈക്കിൽ വന്നു. അപ്പൊ ഞാൻ, എന്താ മോനെ ഉസ്താദെ, സംശയം ചോദിക്കാൻ വന്നതാ. ഞാൻ ചോദിച്ചു, എന്തുവാ മോനെ ഉസ്താദെ, കല്യാണം കഴിഞ്ഞിട്ട് 23 ദിവസമായി. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ വഴക്കൂടി. ഇവനാണെങ്കിൽ ഒരു മോതിരം പണയം വെക്കാൻ ചോദിച്ചു. ആ പാവം കൊടുത്തില്ല. അതിനെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. ഒരു മോതിരം കണ്ട സ്വർണം പണയം വെക്കാൻ ചോദിച്ചു. ആ പാവപ്പെട്ടവള് കൊടുത്തില്ല. 1 പറഞ്ഞു 2 പറഞ്ഞു, വഴക്കായി. കല്യാണം കഴിഞ്ഞിട്ട് 23 ദിവസം. അവസാനം വഴക്ക് പറഞ്ഞിട്ട് ഇയാളൊക്കെ ദേഷ്യം വന്നപ്പോൾ 3 തലാക്കും എന്ന് പറഞ്ഞു. തൻ്റെ ഭാര്യ 3 തലാക്കും പറഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. ഇപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാ, ഉസ്താദ് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതാ, എനിക്ക് അവളെ തന്നെ വേണം ഉസ്താദെ, എന്തെങ്കിലും വഴിയുണ്ടോ? ഞാൻ ചോദിച്ചു, നീ തലാക്ക് പറഞ്ഞോ? ഉറപ്പായിട്ടും പറഞ്ഞു ഉസ്താദെ. ഉറപ്പായിട്ടും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി ഇസ്ലാമിന്റെ നിയമം ആ പെണ്ണിനെ മറ്റൊരുത്തം വിവാഹം കഴിക്കണം, എന്നാലേ നിനക്ക് കെട്ടാൻ പറ്റൂ. അപ്പൊ ഇവൻ ചെയ്ത പണി എന്തെന്നറിയോ? ഇവന്റെ പുറകെ നിൽക്കണ ഒരു കൂട്ടുകാരനെ കാണിച്ചിട്ട് പറയാ, ഉസ്താദെ, ഇവൻ എൻ്റെ ഭാര്യയെ കെട്ടാൻ തയ്യാറാണ്. ഞാനിങ്ങനെ നോക്കി, പൊട്ടന് ലോട്ടറി അടിച്ച പോലെ ഒരുത്തൻ പുറകെ നിൽക്കുക വല്ലവന്റെ പെണ്ണുമ്പിള്ളയെ കെട്ടാൻ. വല്ലൊരുത്തന്റെ ഭാര്യയെ കെട്ടാൻ വേണ്ടി ഒരുത്തൻ ഇങ്ങനെ പുറകെ നിൽക്കുക, നാണം കൂടി ഇങ്ങോട്ട് പുതുമണവാട്ടി നിൽക്കണ പോലെ. ഞാൻ പറഞ്ഞു, എടാ, കെട്ടിയാ മാത്രം പോരാ, ശരീരത്തൊന്നും തൊടാൻ പറ്റൂല. അവൻ കെട്ടും, ഞാൻ തിരിച്ചും കെട്ടും. ഞാൻ പറഞ്ഞു, നീ എന്നാ വണ്ടി എടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞു. ജീവിക്കണ്ട, ഇതാ അവസ്ഥ. ഇപ്പം കെട്ടിയോ ജീവിച്ചോ, അല്ലാഹു അഅലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.